നമസ്കാരം, കാസ് ഗരാജിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്വിക്ക് റിവ്യൂ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ക്വിഡിന്റെ RXT വേരിയന്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ RXL ഓപ്ഷൻ എന്ന വേരിയന്റ് ഫീച്ചേഴ്സ് എല്ലാം ചെക്ക് ചെയ്തിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ വരുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ക്രോം ആക്സെന്റ് ആണ് ഫസ്റ്റ് ലെയറിൽ വരുന്നത്. ബാക്കി DR ഹെഡ് ലാമ്പ് കാര്യങ്ങളെല്ലാം സെയിം ആണ് വരുന്നത്. ഇനി എൻ്റെ സൈഡിലേക്ക് നോക്കണമെങ്കിൽ നമുക്ക് RXL ഓപ്ഷനിലെ സൈഡിലാണ് ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നെങ്കിൽ അതിന് പകരം ഇപ്പോൾ ORVമിലായിട്ടാണ് ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. LED ആണ്, അതും മിറർ പെയിന്റ് ടൈപ്പ് ആണ് വരുന്നത്, സിൽവർ ഫിനിഷ് ആണ് വരുന്നത്. വൈപ്പേഴ്സ് വീൽസ് വരുമ്പോൾ സെയിം RXL ഓപ്ഷനിൽ കണ്ടപ്പോൾ തന്നെ 165, 70, 14 വീൽസ് ആണ് വരുന്നത്. ആൻഡ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഡോർസിലായിട്ട് 1 ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബി പോർഷനിലായിട്ട് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൂടി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഉള്ളിലേക്ക് വരുമ്പോൾ മെയിൻ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് സീറ്റ്സ് തന്നെയാണ്. സീറ്റ്സ് ഫ്രണ്ടും ബാക്ക് എല്ലാം ഒരു റെഡ് പാറ്റേൺസ് അതിൽ കൊടുത്തിട്ടുണ്ട്. റെഡ് ഡിസൈൻസ് സൈഡിലായിട്ടും അതുപോലെ തന്നെ സെൻട്രലായിട്ട് ഒരു ഗ്രേ ഫിനിഷും അതിൽ റെഡ് ലൈൻസും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി ബാക്ക് പോർഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോർ പാഡിലായിട്ട് നമുക്കൊരു പവർ വിൻഡോ സ്വിച്ചസ് ആഡ് ചെയ്തിട്ടുണ്ട്. RXT തൊട്ടിട്ടാണ് ക്വിഡിൽ പവർ വിൻഡോസ് വരുന്നത്. അതുപോലെ സീറ്റ്സിലാണെങ്കിലും സെയിം ആ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. LED ആൻഡ് ഹാലോജൻ കമ്പൈൻഡ് ടെയിൽ ലാമ്പ് യൂണിറ്റാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത് റെനോയുടെ ലോഗോയുടെ സെൻട്രലായിട്ട് തന്നെയാണ്. ഇനി ബൂട്ട് സൈഡിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ 279 ലിറ്റർ ബൂട്ട് സ്പേസ് ആൻഡ് സീറ്റ് ഫോൾഡ് ചെയ്യണമെങ്കിൽ 620 ലിറ്റർ ബൂട്ട് സ്പേസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു പവർ സെറ്റ് നിങ്ങൾക്ക് RXT വേരിയൻ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഓഫ് കോഴ്സ് ആൻഡ് സ്പെയർ വീൽസ് കാര്യങ്ങളെല്ലാം RXL ഓപ്ഷനിൽ കണ്ട സെയിം ടൈപ്പിനാണ് വരുന്നത്. കമ്പയർ ടു ക്വിഡ് RXL ഓപ്ഷൻ RXTയിലേക്ക് വരുമ്പോൾ സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻറ്റ്സ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ കൺട്രോൾസും കൂടിയും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഇതിൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗിൽ ക്ലസ്റ്റർ കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇൻഫോർമേഷൻ സിസ്റ്റം ആണെങ്കിലും 18 തന്നെ സെയിം തന്നെ ഇതിലും പ്രൊവൈഡ് ചെയ്യുന്നത്, RXTയിലും പ്രൊവൈഡ് ചെയ്യുന്നത്. വിത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ വയർഡ് കണക്ടിവിറ്റിയാണ് വരുന്നത്. കൺട്രോൾ സ്വിച്ചസ് കാര്യങ്ങളെല്ലാം സെയിം ആണ്. അകത്തൊരു സ്പേസും കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ സ്പേസ് സെയിം തന്നെ വരുന്നത്. 12 വോൾട്ട് അതുപോലെ തന്നെ USB ഓക്സിലറി വരുന്നുണ്ട്. ബട്ട് നമുക്ക് RXL ഓപ്ഷൻ്റെ മാനുവലിലേക്ക് വരുമ്പോൾ ഗിയർ ലിവർ മാറ്റ് ഫിനിഷ് ആയിരിക്കും വരുന്നത്. RXTയിലേക്ക് വരുമ്പോൾ അത് പിയാനോ ബ്ലാക്ക് വിത്ത് ക്രോം എലമെൻറ്റ്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് മെയിൻ തിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പവേർഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ORVM ആണ് വരുന്നത്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ORVM, ഫോൾഡിങ് വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് കീ ആണെങ്കിൽ റിമോട്ട് ആക്സസ് ആണ് വരുന്നത്. അതിൽ ഒരു കീയിൽ മാത്രമേ സ്വിച്ചസ് ഉണ്ടാവുള്ളൂ. സെയിം നമുക്ക് RXL ഓപ്ഷനിലും സെയിം തന്നെ വരുന്നത്. ആൻഡ് IRVM നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ആൻഡ് നൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു IRVM ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹാലോജൻ ക്യാബിൻ ലാംപ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിന് 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്ററാണ് സ്റ്റാൻഡേർഡ് വാറണ്ടി വരുന്നത്. നിങ്ങൾക്ക് 7 വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്ററിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡുവൽ എയർ ബാഗ് സെറ്റപ്പാണ് ഈ വാഹനത്തിന് വരുന്നുള്ളൂ. ESP ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ട്രാക്ഷൻ കൺട്രോൾ, TPMS എന്നിവ, അതുപോലെ തന്നെ ABS വിത്ത് EBD കാര്യങ്ങളെല്ലാം ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫിറ്റ്മെൻ്റ് ആയിട്ട് വരുന്നതാണ്. ഹിൽ അസിസ്റ്റ് നമുക്ക് ഈ വാഹനത്തിൻ്റെ AMT വേർഷന് മാത്രമേ വരുന്നുള്ളൂ. RXT ആണെങ്കിൽ AMTക്ക് മാത്രമേ വരുന്നുള്ളൂ, മാനുവൽ വരുന്നില്ല. അതുപോലെ തന്നെ റിയർ പാർക്കിംഗ് സെൻസർ നിങ്ങൾക്ക് അഡീഷണൽ ചെയ്യേണ്ടി വരും. ഇതിൽ ക്യാമറ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ Instagram നിങ്ങൾ ഫോളോ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും വാഹനം നോക്കുന്നുണ്ടെങ്കിൽ അവർ കൂടി വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.